നിങ്ങൾക്കായി അവതരിപ്പിച്ചത് GITD, കേരളത്തിലെ #1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. Designed with the touch of God. Chemanur International Jewelers. ഹൃദയത്തിൽ താഴിട്ട് പൂട്ടിയ വിശ്വാസം. മാസ്റ്റിഫ് ലോക്സ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ്. ചുങ്കത് ജ്വല്ലറി, തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, എറണാകുളം, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാബ ഈസി ഇംഗ്ലീഷ്. Designed with the touch of God. Chemanur International Jewelers. GITD, കേരളത്തിലെ #1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഹൃദയത്തിൽ താഴിട്ട് പൂട്ടിയ വിശ്വാസം. മാസ്റ്റിഫ് ലോക്സ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ്. ചുങ്കത് ജ്വല്ലറി, തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, എറണാകുളം, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. പ്രധാന വാർത്തകൾ. VKC Pride പ്രധാന വാർത്തകൾ brought to you by VKC Pride. എപ്പോ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC Pride. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC Pride. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDFും അവഗണിക്കുന്നതായി AICC അംഗം ഷാഹിദ കമാൽ. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്നും ഒരു വനിതയെ പോലും പരിഗണിച്ചില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്ന് തലയൂരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഷാഹിദയുടെ മുന്നറിയിപ്പ്. പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയുമായി KPCC ദില്ലിയിലേക്ക്. സിറ്റിംഗ് MLAമാർക്ക് പുറമെ നിരവധി പേർ പട്ടികയിൽ. MLAമാരുടെയും മന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടുന്നതായി KPCC. കൊട്ടാരക്കരയിൽ പോലീസ് സ്റ്റേഷനു നേരെ RSS ആക്രമണം. ആക്രമണ ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിട്ടു. CI ഉൾപ്പെടെ 6 പോലീസുകാർക്ക് പരിക്ക്. 3 ജീപ്പുകൾ അടിച്ചു തകർത്തു. RSS താലൂക്ക് പ്രചാരക് ബിനീഷ് പിടിയിൽ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മതനേതൃത്വം ഇടപെടേണ്ടെന്ന് കോഴിക്കോട് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാട്ടികശാല. താമരശ്ശേരി രൂപത പെരുമാറുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെ. തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഉമർ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ബാർക്കോഴ കേസിൽ പ്രതിസ്ഥാനത്തുള്ള മന്ത്രി K ബാബുവിന്റെ PROയ്ക്ക് ഉന്നത പദവിയിൽ നിയമനം. വഴിവിട്ട നിയമനം. ബാബുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജലീഷ് പീറ്ററിന് നിയമനം. വകുപ്പ് സെക്രട്ടറിമാരുടെ നിർദ്ദേശം പോലും അവഗണിച്ച്. കലാഭവൻ മണിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നുവെന്ന് നടനും സുഹൃത്തുമായ ജാഫർ ഇടുക്കി പീപ്പിളിനോട്. താൻ കാണുമ്പോൾ മണി പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും ജാഫർ ഇടുക്കി. ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും ഉത്തേജക മരുന്ന് വിവാദം. 2020 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകളിലേക്ക്. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDFും അവഗണിക്കുന്നതായി AICC അംഗം ഷാഹിദ കമാൽ. K കരുണാകരന്റെ കാലഘട്ടത്തിന് ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു വനിതയെ പോലും പരിഗണിച്ചില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്ന് തലയൂരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഷാഹിദ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ രണ്ടാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല? കേരളത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബഹുമാനത്തോടു കൂടി പറയുന്നു. ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന് വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു.
വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, വളരെ നിരാശയോടെയാണ് ഷാഹിദയുടെ പ്രതികരണം. സംവരണമില്ലായിരുന്നുവെങ്കിൽ വളരെ ദയനീയമായിരുന്നു കോൺഗ്രസിലെ സ്ത്രീകളുടെ അവസ്ഥ എന്നാണ് ഷാഹിദ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസ് നിർദ്ദയം അവഗണിക്കുന്നുവെന്നും ഷാഹിദ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങൾ. ഹരി, ഇതിൽ ഈ പറഞ്ഞത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് ഷാഹിദ കമാൽ സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുന്നത്. അതായത് ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം കേരളം നിയമസഭയിലേക്ക് ഒരു ന്യൂനപക്ഷ വനിത പോലും, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ന്യൂനപക്ഷ വനിത പോലും നിയമസഭ കണ്ടിട്ടില്ല. അവിടെ അതിന്റെ നിയമസഭാംഗമായിട്ടില്ല. നവീസത്ത് ബീവിക്ക് ശേഷം ആരാണ് ഒരു മുസ്ലിം വനിത നിയമസഭയിൽ എത്തിയത് എന്നുള്ളതാണ് ഷാഹിദ കമാൽ അതിന്റെ കാര്യമാത്ര പ്രസക്തമായ കാര്യം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോഴുള്ള ത്രിമൂർത്തി നേതൃത്വം, അതായത് VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഇങ്ങനത്തെ കോൺഗ്രസിലെ ത്രിമൂർത്തി നേതൃനിര സ്ത്രീകളെ പൂർണ്ണമായും അവഗണിക്കുന്നു. ന്യൂനപക്ഷ സമൂഹത്തിലെ സ്ത്രീകളെ പ്രത്യേകിച്ച് അവഗണിക്കുന്നു. ഇവിടെ RSSന്റെ ഭീകരതയും വർഗീയതയും ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോര പ്രസംഗം നടത്തുന്ന നേതാക്കന്മാർ അധികാരം പങ്കിടുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഷാഹിദ കമാൽ മുന്നോട്ട് വെക്കുന്ന പരാതി. ഇവർ ഈ കഴിഞ്ഞ, അതായത് നേരത്തെ നമ്മൾ ആ ബൈറ്റിൽ അവർ പറയുന്നത് പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംവരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീകൾക്ക് നിയമപരമായ അങ്ങനെ ഒരു സംരക്ഷണം ലഭിച്ചത്. ഇടതുപക്ഷം നൽകിയ ഒരു മാന്യത പോലും സ്ത്രീ സമൂഹത്തിന്, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ പോലും കാണിച്ച മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല എന്നും ഷാഹിദ കമാൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഉമ്മൻചാണ്ടി സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ ഒരുപാട് വിവാദങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. ആ വിവാദങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടുന്നത് ഒരു ശക്തമായ സ്ത്രീ നേതൃനിരയാണ്. ആ സ്ത്രീ നേതൃനിര ഇല്ലാത്തതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അപജയത്തിന് കാരണമെന്നും ഷാഹിദ കമാൽ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഏറ്റവും ഒടുവിലത്തെയല്ല, അതിന് മുമ്പിലത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അതിൽ ഈ നിയമസഭാ അംഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, പുരുഷ MLA-മാർ വനിതാ MLA-മാരെ തടഞ്ഞ സംഭവം, ഇത് അവിടെ കോൺഗ്രസിന് ഉറപ്പായും UDF-ന് ഉറപ്പായും കൂടുതൽ വനിതാ MLA-മാർ ഉണ്ടായിരുന്നെങ്കിൽ അവരെ നേരിടുന്നത് ഒരുപക്ഷെ തടയുന്നത് UDF-ലെ വനിതാ MLA-മാരായിരുന്നേനെ. ആ ഒരു അവസരം പോലും നിഷേധിച്ച് പുരുഷ MLA-മാർ തടയുന്ന സ്ഥിതിയിലേക്ക് നിയമസഭയിൽ തന്നെ കാണേണ്ടി വന്നു. സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടക്കുമ്പോൾ ആ നിയമനിർമ്മാണ സഭയിൽ UDF-ൽ നിന്ന് വനിതാ പ്രാതിനിധ്യം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാനാകും? അത് ഉചിതമാണോ എന്നാണ് ഷാഹിദ കമാൽ മുന്നോട്ട് വെക്കുന്ന പരാതി. രാജ്കുമാർ, ഷാഹിന അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. അവർ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ തവണ. ഷാഹിദ ഒരുപക്ഷെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരാളുകൂടിയാണ്. അപ്പോൾ ഷാഹിദയുടെ ഇത്തരത്തിലുള്ള വികാരം കോൺഗ്രസിലെ മുഴുവൻ സ്ത്രീകളുടെ ഒരു വികാരമായി നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ബിന്ദു കൃഷ്ണയുടെ അഭിമുഖം നമ്മൾ പുറത്തുവിട്ടിരുന്നല്ലോ. ബിന്ദു കൃഷ്ണയും തീർത്തും പറഞ്ഞത് സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കണം, ലിംഗസമത്വം എന്നുള്ളത് അത് രാഷ്ട്രീയത്തിലും വേണ്ടതാണ്. പുരുഷ മേധാവിത്വം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അതേസമയം സ്ത്രീകൾക്ക് അവഗണനയുണ്ട്. അത് മാത്രമല്ല, വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ അടിച്ചേൽപ്പിക്കുന്നു. അത് നിയമസഭയിലാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലാണെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റുകൾ മുഴുവനും പുരുഷ സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിലെ പുരുഷ സ്ഥാനാർത്ഥികൾ കൈയടക്കുകയും നേതൃത്വം അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. വനിതകൾക്ക് കൊടുക്കുന്നത് ഒട്ടും വിജയസാധ്യതയില്ലാത്ത ചാവേറുകളാക്കി മാറ്റുന്നു. പിന്നീട് വലിയ മാർജിനിൽ പരാജയപ്പെടുമ്പോൾ ഇത് തോറ്റ സ്ഥാനാർത്ഥിയാണ്, ഇത്രയേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് എന്തിനാണ് ഇനി സീറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ബോധപൂർവ്വം അവഗണിക്കുന്നുവെന്ന് ബിന്ദുകൃഷ്ണയും ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരുന്നു. ആ സംസ്ഥാന അധ്യക്ഷ കൂടിയാണ് ബിന്ദുകൃഷ്ണ. ആ ഒരു സാഹചര്യത്തിൽ ഷാഹിദ കമാൽ മുന്നോട്ട് വെക്കുന്ന പരാതി നീതിയുക്തമാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ബിന്ദുകൃഷ്ണയുടെ പരാതിയും ഷാഹിദ കമാലിന്റെ പരാതിയും ഒരേ നിലയിൽപ്പെട്ടതാണ്. ഇതിൽ എടുത്തു പറയേണ്ടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബീസത്ത് ബീവി എന്ന് പറയുന്ന നിയമസഭാ അംഗത്തിന് ശേഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പിന്നിങ്ങോട്ട് ഒരു മുസ്ലിം വനിതാ നിയമസഭാംഗമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകി വെറുതെ ഒരു പേരിന് നൽകിക്കൊണ്ട് ചാകറാക്കി മാറ്റി പരാജയപ്പെടുത്തുന്ന ഒരു സംവിധാനം
അത് ന്യൂനപക്ഷ വിഭാഗങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട് കാണിക്കുന്ന അനീതി എന്ന് തന്നെയാണ് ഷാഹിദ കമാൽ ഉന്നയിക്കുന്ന ആരോപണവും പരാതിയും. രാജ്കുമാർ, കഴിഞ്ഞ ദിവസം ബിന്ദു കൃഷ്ണ പറഞ്ഞത് കോൺഗ്രസിലെ 25% സീറ്റുകൾ വനിതകൾക്ക് വിട്ടു നൽകിയേ തീരൂ എന്നാണ്. പക്ഷേ അതിന് തുടർന്നുള്ള പ്രതികരണമൊന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ KPCC ലിസ്റ്റുമായി ദില്ലിക്ക് പോകുന്നു. ഇതിലൊന്നും വനിതകളുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ ഷാഹിദയെ പ്രകോപിപ്പിക്കാൻ കാരണവും ഇതുതന്നെയാവാം. തീർച്ചയായും ഇപ്പോൾ ചടയമംഗലം സീറ്റിലാണ് കഴിഞ്ഞ തവണ ഷാഹിദ കമാൽ മത്സരിച്ച് പരാജയപ്പെട്ടത്. മുല്ലക്കര രത്നാകരനോടാണ് പരാജയപ്പെടുകയും ചെയ്തത്. വലിയ മാർജിനിലായിരുന്നു ആ പരാജയം. ആ സീറ്റിനോട് അവർക്കൊട്ടും താല്പര്യവുമില്ലായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ കാസർഗോഡും അവിടെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ സീറ്റിലേക്ക് ഷാഹിദ കമാലിനെ മറ്റാരും, ഷാനിമോൾ ഉസ്മാനുള്ള അടക്കമുള്ള വനിതാ നേതാക്കൾ അതിന് തയ്യാറല്ല, സ്വയം പോയി ഒരു ആത്മഹത്യക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ് പിന്മാറിയ സാഹചര്യത്തിലാണ് നിവൃത്തിയില്ലാതെ ഒരു സ്ഥാനാർത്ഥി വേണമല്ലോ എന്ന് കരുതി ഷാഹിദ കമാലിനെ അവിടെ നിർത്തിയത്. അന്ന് ആ കണ്ണീരോടുകൂടിയാണ് ഷാഹിദ കമാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വെച്ചു നീട്ടിയ ആ സീറ്റ് താല്പര്യമില്ലെങ്കിൽ പോലും നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഏറ്റുവാങ്ങിയത്. ഏറ്റവും ഒടുവിൽ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ചടയമംഗലം മണ്ഡലത്തിൽ അവർ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇടതു കോട്ടയാണ് ചടയമംഗലം. ഒരു തവണ മാത്രമേ റയാർ ഗോപാലകൃഷ്ണൻ മാത്രമാണ് അവിടുന്ന് വിജയിച്ചു വന്നിട്ടുള്ള ഏക UDF സ്ഥാനാർത്ഥി. അതിനുശേഷമോ അതിനു മുമ്പോ അവിടുന്ന് ഒരു UDF സ്ഥാനാർത്ഥി ജയിച്ചു വന്നിട്ടില്ല. ഇടതു കോട്ടയായിട്ടാണ് ചടയമംഗലം അറിയപ്പെടുന്നതും. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവനും പഞ്ചായത്തുകളും ബ്ലോക്കുകളും മുഴുവനും ഇടതുപക്ഷം പിടിച്ചിറക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിജയസാധ്യതയില്ലാത്ത ഒരു സീറ്റ് ഷാഹിദയ്ക്ക് വെച്ച് നീട്ടിയതിലുള്ള ഒരു അമർഷവും ഒതുക്കാനുള്ള വീണ്ടുമുള്ള ഒരു കൈനീക്കമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്നൊരു തിരിച്ചറിവാണ് ഷാഹിദ കമാലിനെ കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ തുറന്നു പറയിപ്പിച്ചതും അതിപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. അതായത് രാജ്കുമാർ, ബിന്ദു കൃഷ്ണ പറഞ്ഞതിൽ നിന്ന് ഒരു പടി കൂടി കടന്നിട്ടാണ് ഷാഹിദ കമാലിന്റെ പ്രസ്താവന. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസ് പൂർണ്ണമായും അവഗണിക്കുന്നു എന്നാണ്. രാജ്കുമാറിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോൾ ശോഭന ജോർജ് ചേരുന്നു. ശോഭന ജോർജ്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഷാഹിദ കമാൽ ഉന്നയിച്ചത്. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ പൊതുവെ കോൺഗ്രസ് അവഗണിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസ് തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് അപവാദമായി ആകെയുള്ളത് കരുണാകരൻ്റെ കാലത്ത് ഒരാളെ നിയമസഭയിലെത്തിച്ചു എന്നാണ് ഷാഹിദ കമാൽ പറയുന്നത്. അഥവാ നിർത്തിയാൽ പൂർണ്ണമായി പരാജയപ്പെടും എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലേക്ക് സ്ത്രീകളെ മാറ്റുകയും ചെയ്യുന്നു കോൺഗ്രസ് നേതൃത്വം. എങ്ങനെ പ്രതികരിക്കുന്നു ഷാഹിദയുടെ ഈ പ്രസ്താവനയോട് താങ്കൾ? ഹലോ, പറയൂ. ഈ സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവനയോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട് എന്ന് ഇല്ല. ഷാഹിദ ചൂണ്ടിക്കാട്ടുന്നത് കരുണാകരന്റെ കാലത്ത് നബീസത്ത് ബീവി മാത്രമാണ് നിയമസഭയിൽ എത്തിയത്. അതിന് മുൻപോ പിൻപോ കോൺഗ്രസിൽ നിന്ന് സ്ത്രീകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ നിയമസഭയിൽ എത്തിയില്ല എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ താങ്കൾക്ക് വേണമെങ്കിൽ തിരുത്താം. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളെ അവഗണിക്കുന്നു, അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവുമില്ല. സ്ത്രീകളെ പാർട്ടി വേണ്ട വിധത്തില് ഈ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം, അർഹമായ പ്രാതിനിധ്യം നൽകുന്നില്ല എന്നുള്ള ശക്തമായ അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ന്യൂനപക്ഷ സമുദായം, ഭൂരിപക്ഷ സമുദായം എന്ന സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു വേർതിരിവില്ല എന്നുള്ള അഭിപ്രായമായി എനിക്കുള്ളത്. അതാണ് തിരുത്ത് അല്ലെ? ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ എന്നുള്ളത് അതിലൂടെ മാത്രം താങ്കൾ യോജിക്കുന്നില്ല? അതെ, ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള നിലയിൽ എനിക്ക് സീറ്റ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മള് ഈ ഒരു പ്രവർത്തന രംഗത്ത് വരുമ്പോൾ അവിടെ ഒരു ജാതി ഒരു മാനദണ്ഡമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോ എന്ന് പറയുന്ന പുരുഷന്റെ കാര്യത്തിലായാലും സ്ത്രീയുടെ കാര്യത്തിലായാലും വിജയസാധ്യത നോക്കുമ്പം സമുദായത്തിന് ഒരു പ്രാധാന്യം വരികയും ഏത് സമുദായമാണോ ആ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉള്ളത് ആ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കൂടി വരുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു. അതൊരു ശരിയാണ്. ശ്രീ ശോഭന ജോർജ്, ഷാഹിദ പറഞ്ഞ ഒരു കാര്യം, തീരെ വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങൾ അഥവാ പരിഗണിച്ചാൽ, സ്ത്രീകളെ പരിഗണിച്ചാൽ അവർക്ക് ലഭിക്കുന്നത് ഇത്തരം മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തവണ ചടയമംഗലത്ത് നിന്നു, അവിടെ ഇടത് കോട്ടയാണ് ഷാഹിദയ്ക്ക് നൽകിയത്. അതുപോലെ കാസർഗോഡ് അവർക്ക് നൽകി. അവിടെയും പരാജയ സാധ്യത ഏതാണ്ട് പൂർണ്ണമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരെ മാറ്റിയത്. ഇത്തരത്തിൽ സ്ത്രീകളെ ഒരു കോർണർ ചെയ്യുന്നു എന്നുള്ള ഒരു നിലപാട് ഷാഹിദ ഉയർത്തുമ്പോൾ അതിനോട് താങ്കൾക്ക് ഏത് തരത്തിലാണ് പ്രതികരിക്കാൻ കഴിയുക?
അല്ല, ഈ അർഹമായ പ്രാതിനിധ്യം, അർഹമായ സ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്നില്ല എന്നുള്ളത് എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും മതിയാവില്ല. ആ കാര്യത്തിന് യാതൊരു വ്യത്യാസവുമില്ല. പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ വരുമ്പോൾ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് പുരുഷനെ തന്നെയാണെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. അവിടെ സ്ത്രീ ഒരു ഭീഷണിയാണ്, അവിടെ ഒരു സ്ത്രീയെ നിർത്തിയില്ലെങ്കിൽ ആ മണ്ഡലം നഷ്ടപ്പെടും എന്ന് കണ്ടാൽ പോലും പുരുഷന് പ്രാധാന്യവും മുൻഗണനയും കൊടുക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ഉള്ളത്. ശോഭന ജോർജ്, ഷാഹിദ കമാൽ പറയാതെ പറയുന്നു, അതായത് ഉമ്മൻചാണ്ടി, VM സുധീരൻ, ചെന്നിത്തല ഈ 3 പേരുടെ നേതൃത്വത്തിലേക്കുള്ള വരവിന് ശേഷമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത്. കെ കരുണാകരന്റെ കാലത്ത് ഇതായിരുന്നില്ല സ്ഥിതി എന്നും അവർ അടിവരയിട്ട് പറയുന്നു. അത് ശരിയാണോ? അല്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ശോഭന ജോർജിന് മാത്രമായിരിക്കും അത് പറയാൻ കഴിയുക. കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ നേതൃപദവിയിലേക്ക് വന്ന ഒരു ആളാണ് താങ്കൾ, MLA ആയ ആളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് അവഗണിക്കപ്പെട്ടത്. ആ അവഗണിക്കപ്പെട്ടതിന്റെ കാരണം എന്ന് പറയുന്നത് VM സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടെ ചേർന്നത് കൊണ്ടാണ് എന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷേ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്ന 10 വർഷക്കാലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രമാത്രം അവഗണന എനിക്ക് നേരിട്ടത് എന്ന് പറയുന്ന ഒരു സത്യം നിലനിൽപ്പുണ്ട്. അത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അത് ഈ ഒരു കൂട്ടിച്ചേരലിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു അഭിപ്രായമില്ല എന്നേ ഞാൻ പറഞ്ഞു. താങ്കൾ തന്നെയാണ് ഉദാഹരണം. ഷാഹിദ കമാലിനെ വിടുക, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിറഞ്ഞു നിന്ന കോൺഗ്രസ് നേതാവായിരുന്നു താങ്കൾ. അധികാരത്തോട് ഏറ്റവും അടുത്ത് നിന്ന ഒരു വനിതയായിരുന്നു താങ്കൾ. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം താങ്കളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും കാണാതാകുന്നു. താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 10 വർഷത്തെ വലിയൊരു ഇടവേള താങ്കൾക്ക് വന്നു ചേരുന്നു. അത് തന്നെയാണ് ഷാഹിദയും ചൂണ്ടിക്കാട്ടുന്നത്. സ്ത്രീകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു, അവരെ കൃത്യമായി അവഗണിക്കുന്നു എന്നുള്ള ആ ഒരു നിലയിൽ താങ്കളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ താങ്കൾക്ക് ഷാഹിദയോട് യോജിക്കാൻ കഴിയുന്നതല്ലേ? അതായത് ഞാൻ ഇതിന്റെ അകത്ത് മറ്റൊരു ഉദാഹരണം വേണ്ട, ഞാൻ തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. കാരണം കൺസിക്യൂട്ടീവ്ലി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുള്ള ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഏക വനിത ഞാൻ മാത്രമാണ്. അല്ലാതെ ഒരേ നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായി 15 വർഷക്കാലമൊക്കെ MLA ആയിട്ടിരുന്ന മറ്റൊരു വനിത എന്ന് പറയുന്ന KR ഗൗരിയമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം ഒരു രംഗത്തും കോൺഗ്രസിന്റെ ഒരു പ്ലാറ്റ്ഫോമിലും എനിക്കൊരു പ്ലേസ് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിലൊക്കെ ചില ഇത്തരം ഇടപെടലുകളുണ്ട്. അതായത് ശോഭന ജോർജ്, ഇപ്പോൾ ഷാഹിദ കമാലും താങ്കൾ മുൻപ് പറഞ്ഞ ഒരു കാര്യം കൂടി കൂട്ടി വായിക്കാം. അതായത് രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായതിനു ശേഷമാണ് താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ താങ്കൾ ഒതുക്കപ്പെടുന്നത് എന്ന് താങ്കൾ പറയുകയുണ്ടായി. ആ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ 3 നേതാക്കളിൽ ഒരാൾ. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, VM സുധീരൻ, ഷാഹിദ കമാൽ ചൂണ്ടിക്കാട്ടുന്ന ഈ 3 പേർ ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. ഇതിൽ യഥാർത്ഥ വില്ലൻ രമേശ് ചെന്നിത്തല തന്നെയാണോ? അല്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് പറയാൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാനാണെങ്കിൽ എന്റെ നാടിനെ പറ്റി, എന്റെ ചെങ്ങന്നൂരിന് ഞാൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചു നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ പറയുമല്ലോ, ഇത്രയും നാൾ ഒരു പ്രസ്ഥാനവുമായി സഹകരിച്ചു, അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് കട്ടനിട്ട് തിരിച്ചു പറയുക എന്ന് പറയുന്നത് ശരിയല്ല. എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായ 10 വർഷമാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് അർഹതയുള്ള ഒരു സ്ഥാനങ്ങളും കിട്ടാതെ പോയത് എന്ന് പറയുന്ന ഒരു അഭിപ്രായം, ഒരു വിഷമം എനിക്കുണ്ട്. പീപ്പിളിന്റെ അന്യോന്യം പരിപാടിയിൽ ഇപ്പോൾ ഷാഹിദ കമാൽ പങ്കെടുക്കുന്നു. തത്സമയം. നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാഹിദ കമാൽ. നമസ്കാരം. വനിതാ ദിന ആശംസകൾ. താങ്ക് യു. ഒരു വനിതാ ദിനത്തിന് തന്നെ കോൺഗ്രസിലും UDFലും ന്യൂനപക്ഷ വനിതകൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. എന്തുപറ്റി? തീർച്ചയായിട്ടും പൊതുവെ ന്യൂനപക്ഷ വനിതകൾക്ക് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. പൊതുവെ കോൺഗ്രസ് ഇന്നൊരു വനിതാ ദിനമാണ്, ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്, നമ്മളെല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിനത്തിൽ തന്നെ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.
കാരണം ഞങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ഇതുപോലൊരു സുദിനത്തിൽ എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. ശരിക്കും കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കുറേ കാലമായി വനിതകൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊതുവെ വനിതകൾക്ക്. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ന്യൂനപക്ഷ വനിതകൾക്ക് കോൺഗ്രസും UDFും വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കടുത്ത അവഗണനയാണ് ഈ ഒരു വിഭാഗത്തോട് കാണിക്കുന്നത് എന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ശ്രീമതി നബീസത്ത് ബീവിയാണ് ഏറ്റവും അവസാനമായി കേരള നിയമസഭയിലെത്തിയ ഒരു ന്യൂനപക്ഷ വനിത. അതിനുശേഷം എത്രയോ വനിതകൾ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും 100% സാക്ഷരത നേടിയൊരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. വനിതയായതുകൊണ്ട് തഴയപ്പെടുന്നു, അങ്ങനെയാണോ UDFിൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും വനിതകൾക്ക് നേർച്ച കോഴികളെ പോലെ ഏതെങ്കിലും പരാജയപ്പെടുന്ന സീറ്റുകൾ മാത്രം അവർക്ക് കൊടുക്കുകയും അവർ പരാജയപ്പെട്ടതിന് ശേഷം അവർ മത്സര യോഗ്യരല്ല എന്ന് പൊതുസമൂഹത്തിൽ അവരെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ കേട്ട് മടുത്തിരിക്കുകയാണ് ഇതുപോലുള്ള സംസാരങ്ങൾ. ഷാഹിദ കമാൽ, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇത്തരം പരാതികളുമായി രംഗത്ത് വരുന്ന ആർക്കെതിരെയും ഉയരുന്ന വിമർശനം അവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് അവരിങ്ങനെ പറയുന്നു എന്നാണ്. ഷാഹിദ കമാലിന് സീറ്റ് കിട്ടുന്ന തരത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണോ ഇത്തവണ? അതൊന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പോകാം. ഷാഹിദ കമാൽ എന്ന വ്യക്തിയുടെ മാത്രം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന സത്യത്തിന്റെ വെളിച്ചത്തിലല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഷാഹിദ കമാലിന് സീറ്റിന് അർഹതയും യോഗ്യതയും ഇല്ല? ഷാഹിദ കമാലിനും സീറ്റിന് അർഹതയും യോഗ്യതയും ഉണ്ട്. ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പക്ഷേ ചടയമംഗലം പോലുള്ള എവിടെയൊക്കെയാണോ പരിഗണിക്കുന്നത്? അങ്ങനെ കേട്ടു. ചടയമംഗലം എന്ന് പറയുന്ന അതാണ് ഞാൻ ആമുഖമായി പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചടയമംഗലം നമുക്കറിയാം അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന് വളരെ മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ്. അതുപോലെ ഞാൻ ആദ്യം മത്സരിച്ച കാസർഗോഡ് പാർലമെന്റ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കാസർഗോഡ് പാർലമെന്റ് ഞാൻ പാർട്ടിക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു. അത്തരം ഒരു തീരുമാനം എടുത്തപ്പോൾ എൻ്റെ പാർട്ടി നേതാക്കന്മാരും പൊതുസമൂഹവും ഇതര രാഷ്ട്രീയ പാർട്ടികളും താങ്കൾ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകരും പറഞ്ഞു ഷാഹിദ കമാൽ എടുത്ത ഈ തീരുമാനത്തിന് നാളുകളിൽ കോൺഗ്രസ് പാർട്ടിയിൽ വളരെ വലിയൊരു അംഗീകാരം കിട്ടും എന്ന് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേതാക്കന്മാർ ഒരുപക്ഷെ അത് വിസ്മരിച്ചു പോയി കാണും. പക്ഷേ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരും പൊതുസമൂഹവും അത് വിസ്മരിക്കില്ല. അപ്പോൾ ഷാഹിദ കമാൽ എന്നൊരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഞാനൊരു പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട്, പൊതുസമൂഹത്തിന്റെ അഭിപ്രായമാണ് ഞാൻ തുറന്നു പറയുവാൻ ഈ വനിതാ ദിനത്തിൽ തയ്യാറാകുന്നത്. കാരണം ആരെങ്കിലും പൂച്ചയ്ക്ക് മണികെട്ടണ്ടേ? എല്ലാവരും ഇങ്ങനെ ഒതുങ്ങിയിരുന്നാൽ പറ്റുമോ? ഒരാളെങ്കിലും പൂച്ചയ്ക്ക് മണികെട്ടാൻ തയ്യാറാകണ്ടേ? ഇപ്പോൾ ഉയർത്തുന്ന ശബ്ദം സ്ത്രീകൾക്ക്, ന്യൂനപക്ഷ സ്ത്രീകൾക്ക് പരിഗണന കിട്ടാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ. തീർച്ചയായിട്ടും കിട്ടണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവർത്തിക്കാൻ അവർ വേണം, സമ്മേളനങ്ങളിൽ അവർ വേണം, പാർട്ടി വേദികളിൽ വേണം. എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം അനിവാര്യമാണ്. കാരണം 50% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിയമനിർമ്മാണ സഭയായ നിയമസഭകളിലും പാർലമെന്റിലും സ്ത്രീ സാന്നിധ്യം വേണ്ട എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്വയം കൽപ്പിക്കേണ്ട, കോൺഗ്രസ് നടപ്പാക്കേണ്ട ഒരു അപ്രഖ്യാപിത സംവരണ തോതുണ്ടെങ്കിൽ അത് എത്ര വേണം? എത്ര സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കണം എന്നാണ് ഷാഹിദ കമാൽ നിർദ്ദേശിക്കുക? തീർച്ചയായിട്ടും ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 50% ഉണ്ട്. 30% സീറ്റെങ്കിലും സ്ത്രീകൾക്ക് മാറ്റിവെക്കണമെന്ന് മാത്രമല്ല, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും അതിനുള്ള അവസരം കൊടുക്കണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നബീസത്ത് ബീവിക്ക് ശേഷം ഒരു വനിതയെ കേരള നിയമസഭയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. വളരെ വളരെ ദയനീയമാണിത്, വളരെ വളരെ മോശമാണിത്. ഇതിന് 30% സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ മാത്രം സ്ത്രീകളുടെ കാര്യത്തിൽ സമ്പന്നത UDFിനും കോൺഗ്രസിനുണ്ടോ? 30% അല്ല, 100% മത്സരിപ്പിക്കാൻ അർഹതയും യോഗ്യതയും കഴിവുമുള്ള സ്ത്രീകൾ, പ്രവർത്തന പരിചയമുള്ള സ്ത്രീകൾ, അനുഭവ സമ്പത്തുള്ള സ്ത്രീകൾ ഉണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയ, സ്ത്രീ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് ഏറ്റവും അവഗണന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിയമസഭകളിൽ സ്ത്രീകളുടെ സാന്നിധ്യവും സ്ത്രീകളുടെ പ്രാതിനിധ്യവും സ്ത്രീകളുടെ അവസരവും ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ്. സ്ത്രീ എന്ന നിലയ്ക്ക്, ന്യൂനപക്ഷത്തിൽ നിന്നുള്ള സ്ത്രീ എന്ന നിലയ്ക്ക് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനൗചിത്യം, പരിഗണിക്കായ്മ ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഇന്ന് KPCCയിൽ 100-ലേറെ ഭാരവാഹികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്തെ ഭാരവാഹി പട്ടിക നിങ്ങളൊന്ന് പരിശോധിക്കുക.
ആ ഭാരവാഹി പട്ടിക പരിശോധിച്ചാൽ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം താങ്കൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തന്നെ ഒരു സ്ത്രീയാണ്, തീർച്ചയായും സോണിയാഗാന്ധിയാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. പക്ഷേ അത് അവിടെ നിൽക്കുമ്പോഴും താഴെ തട്ടിലേക്ക് അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ കിട്ടുന്നില്ല. ഇത് മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തെ കമ്പയർ ചെയ്യുമ്പോൾ ആണ് ഞങ്ങൾക്ക് വിഷമമുള്ളത്. കാരണം സാക്ഷരതയുടെ കാര്യത്തിലെല്ലാം ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനം, പിന്നെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള പ്രാപ്തരായ വനിതകളുള്ളൊരു സംസ്ഥാനത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെയാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഈ വനിതാ ദിനത്തിൽ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ തവണ തന്നെ AK ആന്റണിയും ഒക്കെ ഇടപെട്ടിട്ടാണ് ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയത് എന്ന വാർത്തകളുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. കാരണം ജയലക്ഷ്മി എങ്കിലും മന്ത്രി ആയില്ലായിരുന്നു എങ്കിലുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഇടതുപക്ഷത്തിൻ്റെ വനിതകൾ സംഘടിതമായി UDFന്റെ MLA-മാരെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒന്ന് പ്രതിരോധിക്കാൻ, ഒന്ന് ശബ്ദമുയർത്തുവാൻ പോലും UDFന് ഒരു വനിത ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഈ ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റിൽ സ്ത്രീകളെ നിർത്തുന്നതുകൊണ്ട് സംഭവിച്ച ദുരന്തമാണ്. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 25 വയസ്സായി കഴിഞ്ഞ് MLA ആയി കഴിഞ്ഞാൽ പിന്നെ മരണം വരെ MLA-യും മന്ത്രിയുമായി തുടരുന്ന കുറേ ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. എന്തുകൊണ്ട് 2 or 3 ടേം അല്ലെങ്കിൽ 4 ടേം ആയി കഴിയുമ്പോൾ ഒന്ന് മാറിയിട്ട് ആ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഇവിടുത്തെ വനിതകളെ കൂടി പരിഗണിച്ചുകൂടാ? അവരും ഈ പാർട്ടിയുടെ ഭാഗമല്ലേ, അവരുടെയും കൂടെ അധ്വാനമല്ലേ ഈ പാർട്ടി? അപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരു സമൂഹത്തിൻ്റെ 2 വശങ്ങളായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സംഘടനയ്ക്ക് വേണ്ടി, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അവർ ഒരുമിച്ച് പൊരുതുമ്പോൾ അധികാരത്തിലേക്ക് കടക്കുന്ന ആ വേളയിൽ മാത്രം എന്തുകൊണ്ട് അവരെ ഒരു 2ാം തരം പൗരന്മാരായി കാണുന്നു? അവർക്ക് എന്തുകൊണ്ട് അധികാരം പങ്കിടാൻ അവർക്ക് അവസരം കൊടുക്കുന്നില്ല? സ്ത്രീകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ന്യൂനപക്ഷ സ്ത്രീകളിലേക്ക് വരാം. അവർക്ക് എന്തുകൊണ്ടാണ് അവർ തഴയപ്പെടുന്നത്? അതാണ് എൻ്റെയും ഒരു ചോദ്യം. എനിക്കും എൻ്റെ നേതൃത്വത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യം അതാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വനിതകൾ നിയമസഭയിൽ അവർക്ക് എന്തുകൊണ്ട് വരാൻ അവസരം ഒരുക്കി കൊടുക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, നേരത്തെയൊക്കെ ദേശീയ മുസ്ലിം എന്ന ഒരു പ്രയോഗം നമ്മുടെ രാഷ്ട്രീയത്തിൽ ധാരാളമായി ഉണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ കാലം മുതൽ ദേശീയ നിലപാടെടുത്ത മുസ്ലിങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന ആളുകളെ പരാമർശിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ NP മൊയ്തീനെ പോലുള്ളവരെയൊക്കെ നമ്മൾ ആ ഗണത്തിൽ പെടുത്താറുണ്ട്. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് അതിൻ്റെ അവസാനത്തെ കണ്ണി പോലെ നിന്ന ഒരു നേതാവുണ്ട്. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും തഴയലാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായുള്ള ബാന്ധവം, ആ ബന്ധം തുടങ്ങിയതിന് ശേഷമാണ്. മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ലീഗിന് എന്ന ഒരു സമീപനം കോൺഗ്രസിലുണ്ടോ? അത് കോൺഗ്രസിലെ മുസ്ലിങ്ങളായ സ്ത്രീകളെ വളരെ ദോഷകരമായി ബാധിക്കുന്നതിൻ്റെ ഫലമാണോ ഷാഹിദ കമാൽ ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്? അല്ല, അത് മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും അതിൻ്റെ ആ ഒരു ദോഷം വരുന്നുണ്ട്. കാരണം കോൺഗ്രസിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയും വേണ്ടത്ര അവസരവും കിട്ടുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ലീഗിന് ഇപ്പം 5 മന്ത്രിമാര് ലീഗിന് വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം പങ്കുവെക്കുമ്പോൾ ലീഗിന് പങ്കുവെക്കപ്പെട്ടു എന്നുള്ളതിന്റെ കോൺഗ്രസിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒട്ടേറെ വേദികൾ, ഒട്ടേറെ അവസരങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ്. അതെങ്ങനെ ശരിയാവും? അപ്പോൾ കേരള കോൺഗ്രസിന് കൊടുത്താൽ ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നില്ല എന്നൊരു പരാതി അത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് വരുന്നില്ലല്ലോ. അവിടെയാണ് നമ്മൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പം കേരള കോൺഗ്രസിന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ മാറ്റി നിർത്തുന്നില്ല. JSSന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ഈഴവ വിഭാഗത്തെ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ ലീഗിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കോൺഗ്രസിൽ നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തെ പലപ്പോഴും പല അവസരങ്ങളിലും പല വേദികളിലും പല സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴുമൊക്കെ മാറ്റി നിർത്തേണ്ടി വന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഒരു പക്ഷേ ഞാനിവിടെ തുറന്നു പറയുന്നു. എന്നെപ്പോലെ തുറന്നു പറയാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇതിനകത്തുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഇത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്തായി നമ്മൾക്കറിയാം സമൂഹത്തിൻ്റെ മുഖപത്രമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയയിൽ കൂടി ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം അഭിപ്രായങ്ങൾ എന്നോട് പങ്കുവെക്കുന്നത്. അതിനകത്ത് മുസ്ലിംസ് മാത്രമല്ല, ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുള്ളത്, കോൺഗ്രസിൽ നല്ല കരുത്തരായ ശക്തരായ മുസ്ലിം നേതൃത്വമുള്ളപ്പോൾ അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നുകൊണ്ട് ഒരു സെക്കുലർ മുഖം സമൂഹത്തിന് സംഭാവന ചെയ്യുന്നതിന് പകരം നമ്മൾ അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണം ഈ സമൂഹത്തിൽ അനിവാര്യമാണോ നല്ലതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന്
നൂറുകണക്കിന് നോൺ മുസ്ലിംസായ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നോട് കഴിഞ്ഞ കുറേ നാളുകളായി നവമാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ അവർക്കെല്ലാവർക്കും വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ ഇന്ന് പരസ്യമായി ഉന്നയിക്കുന്നത്. അവർക്കെല്ലാം വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്. കാരണം ഈ എല്ലാവർക്കും പറയാൻ പറ്റുന്ന വേദികളില്ല. അതൊക്കെ അവർക്ക് സോഷ്യൽ മീഡിയയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുമ്പോൾ അത് അവരുടെ മാത്രം അഭിപ്രായമായി പോകുന്നു. മറിച്ച് ഇതുപോലെ ഒരു ചാനലിൽ വന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ അഭിപ്രായം പറയുവാൻ അവർ ആ ഒരു ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. വളരെ നല്ല കാര്യം. നമ്മൾ തൊട്ടു മുമ്പ് സംസാരിച്ച് നിർത്തിയത് കേരള കോൺഗ്രസിന് കൊടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിലെ ക്രിസ്ത്യൻ നേതാക്കളെ പരിഗണിക്കാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കോൺഗ്രസിലെ ക്രിസ്ത്യൻ നേതാക്കൾ ഉള്ളത് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലാണ്. ആ പഴയ പ്രയോഗം വീണ്ടും എടുക്കുകയാണെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിലാണ് എന്നതുകൊണ്ടാണോ, കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ മുസ്ലിം നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ ഈ ഗതികേട് മുസ്ലിം വിഭാഗത്തിന് വന്നിരിക്കുന്നത്? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഇത്തരം ഗൗരവമായ ഒരു ചർച്ച പാർട്ടിക്കകത്തുണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം എല്ലാ മതവിഭാഗങ്ങളും ചേർന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമര പോരാട്ടം നടത്തിയപ്പോൾ ജാതിയും മതവും പറഞ്ഞ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ആ മതേതര കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. അതിൻ്റെ ഭാഗമായി കേരളത്തിലും അത്തരത്തിലൊരു മതേതര കാഴ്ചപ്പാടോട് കൂടി ആയിരിക്കണം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എന്നൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ തുറന്നു പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അവരുടെ മതേതര കാഴ്ചപ്പാടിൽ ശോഷണം സംഭവിച്ചിരിക്കുന്നു, അങ്ങനെയാണോ നിരീക്ഷണം? അല്ല, ശോഷണം സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ട സമയത്ത്, അനിവാര്യമായ ആ ഒരു സമയത്ത് അത് തിരുത്തപ്പെടണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിൽ മതേതരമായ ഒരു തിരുത്തൽ ആവശ്യമാണ്. അല്ല, മതേതരമായ തിരുത്തൽ എന്നതിനേക്ക് അപ്പുറത്തേക്ക് മതപരമായ എല്ലാവരെയും, അതായത് എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് പോകുവാനുള്ള ഒരു നിലപാടെടുക്കണം. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാതെ മതേതര കാഴ്ചപ്പാടിൽ വീഴ്ച വന്നു എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ കൂടുതൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ഇത് പറയാൻ കാരണം, മറുവശത്ത് BJPയെ പോലെ ഒരു വർഗീയ പാർട്ടി ശക്തമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തും സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കോൺഗ്രസിനെ പോലൊരു മതേതര പാർട്ടി കൂടുതൽ മതേതര കാഴ്ചപ്പാടോടുകൂടി എല്ലാ മതവിഭാഗങ്ങളെയും ആർക്കും പരാതിക്കിട കൊടുക്കാത്ത രീതിയിൽ ഞങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ട് എന്ന് എല്ലാവർക്കും തോന്നണം, എല്ലാവർക്കും അത് അനുഭവപ്പെടണം. എങ്കിൽ മാത്രമേ, നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അനുഭവപ്പെടണം. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് ഒരുമിച്ച് പോകുവാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കണം. അതിന് ഏറ്റവും പറ്റിയൊരു അവസരം ഇപ്പോൾ ആണ് എന്ന് എനിക്ക് തോന്നി. കോൺഗ്രസിൽ സ്പേസ് ഇല്ല എന്ന പരാതി ഉയർത്തുന്ന മുസ്ലിങ്ങളായൊരു നേതാക്കളെ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കി കാണാൻ പാടില്ല. പക്ഷേ ഈ ഒരു സന്ദർഭം അത് ആവശ്യപ്പെടുന്നു, അതുകൊണ്ടാണ് നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിക്കാരനായി മാറിയിരിക്കുന്നത് വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവായ MM ഹസനാണ്. അദ്ദേഹത്തിന് സ്വന്തം ജില്ലയിൽ നിന്നും മാറി പലയിടത്തും മത്സരിക്കേണ്ടി വന്നതിൻ്റെ ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തദ്ദേശീയമായിട്ട് അദ്ദേഹം എതിർപ്പ് നേരിടുന്നു. കോൺഗ്രസിലെ ദേശാടനക്കളി എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും അദ്ദേഹത്തിന് പരാതിയുമായി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട സാഹചര്യം വന്നു. ഇതൊക്കെ മുസ്ലിം നേതാക്കളോട് അനീതി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ഷാഹിദ കമാൽ കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാർക്ക് പലപ്പോഴും അവസര നിഷേധമാണ് ഉണ്ടാകുന്നത്. അത്തരം നിഷേധം തന്നെയാണ് ഹസൻ നേരിടുന്നത്. തീർച്ചയായിട്ടും ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഇത് ഒരു ഷാഹിദ കമാലിൻ്റെയോ ഒരു ശ്രീ MM ഹസൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല, ഇതൊരു പൊതുവായ പരാതിയാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളൊരു സർവേ നടത്തിക്കഴിഞ്ഞാൽ, കോൺഗ്രസിൽ നിൽക്കുന്ന മുസ്ലിം നേതൃത്വത്തിൻ്റെ ഇടയിലേക്ക് നിങ്ങളൊരു സർവേ നടത്തിക്കഴിഞ്ഞാൽ ഈ അഭിപ്രായം തന്നെയായിരിക്കും 99% ആളുകൾക്കും പറയുവാനുള്ളത്. BJP ഉയർത്തുന്ന വിപത്തിനെ കുറിച്ച് പറഞ്ഞു, ഭീഷണിയെക്കുറിച്ച് പറഞ്ഞു. ആ ഭീഷണിയെ നേരിടുന്നതിൽ സംസ്ഥാന UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പുറകോട്ട് പോയി എന്ന വിമർശനം ഈ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ബീഫ് വിവാദം ഒക്കെ വന്നപ്പോൾ കേരള ഹൗസിൽ ഒക്കെ ബീഫ് നിരോധിക്കപ്പെടുന്ന, വിലക്കപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉടനെ നിരോധിക്കുകയും ചെയ്തു. അതൊക്കെ ഉണ്ടായപ്പോഴൊക്കെ വേണ്ട രീതിയിലല്ല പ്രതികരണം എന്ന് വന്നു. ആ പ്രതികരണം, ആ വിമർശനം ഷാഹിദ കമാൽ പങ്കിടുന്നുണ്ടോ? അല്ല, എനിക്കിവിടെ പറയാനുള്ളൊരു പ്രസക്തമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇന്ന് BJPയെ
ഉയർത്തിക്കാണിച്ച് അല്ലെങ്കിൽ BJP ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം നടത്തുന്നത്. അതാണ് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസും അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും അതാണ്. BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ BJPയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ വരുന്നു ഒരു അപകടം ന്യൂനപക്ഷത്തിനെതിരെ, നിങ്ങൾ കരുതിയിരിക്കുക എന്ന് പറഞ്ഞ് ന്യൂനപക്ഷത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ട്, ന്യൂനപക്ഷത്തിനെ വിഹുലരാക്കിക്കൊണ്ട്, ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള ഒരു കുറുക്ക് വഴി BJPയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുന്നു. ഇത് ന്യൂനപക്ഷം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ന്യൂനപക്ഷത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ അധികാരത്തിലെത്തുമ്പോൾ ഈ ന്യൂനപക്ഷം വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം അവർക്ക് ന്യൂനപക്ഷത്തിന്റെ ചെലവിൽ അധികാരത്തിൽ വരികയും ന്യൂനപക്ഷത്തിനോട് നീതി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നാണോ ഈ വിമർശനം? തീർച്ചയായിട്ടും. കാരണം BJPയെ ചൂണ്ടിക്കാണിച്ച് ന്യൂനപക്ഷത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ ചെലവിൽ അധികാരത്തിൽ വരുമ്പോൾ അവരുകൂടി അധികാരം പങ്കിടാൻ അവർക്ക് കൂടി അവസരം കൊടുക്കണ്ടേ? അവരുകൂടി അധികാരത്തിൽ നിയമനിർമ്മാണ സഭകളിൽ വരുമ്പോഴല്ലേ അവർക്കെതിരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ എന്ത് പരിഹാരമാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് അധികാരത്തിൽ ഇരുന്നു കൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റും. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി പോവുകയാണ്. UDFന്റെ കോൺഗ്രസിന്റെ RSS വിരുദ്ധ നിലപാട്, RSS ഉയർത്തുന്ന അപകടത്തിനെതിരായ നിലപാട് വീക്കായി പോയി എന്ന വിമർശനം ഉയർന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ, UDF നേതൃത്വത്തിൽ വേണ്ടത്ര മുസ്ലിം പങ്കാളിത്തം കോൺഗ്രസിന്റെ വശത്ത് നിന്ന് ഇല്ലാതിരുന്നത് കൊണ്ടാണോ? അല്ല, അങ്ങനെ ഇല്ല. അതല്ല, ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ, അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കോൺഗ്രസ് പോലൊരു മതേതര രാഷ്ട്രീയ പാർട്ടി മുസ്ലിം നേതൃത്വത്തിന് ഉയർത്തി കാണിച്ചുകൊണ്ട് അവരെ വെച്ചിട്ട് വേണം ഇത്തരം BJP പോലുള്ളൊരു വർഗീയ സംഘടനകളുമായി മത്സരം നടത്തുവാൻ. മുസ്ലിം മുഖങ്ങൾ വേണം. മുസ്ലിം മുഖങ്ങളെ ഉയർത്തി കാണിക്കണം. എങ്കിൽ മാത്രമേ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത, സാധാരണ കൂടുതലും സ്ത്രീകളാണ്, കാരണം ന്യൂനപക്ഷത്തിൽ കൂടുതൽ സ്ത്രീകളാണ്. അപ്പം സ്ത്രീകളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ ഒരു പ്രതിനിധി, ഞങ്ങളുടെ ഒരു മുഖം, ഞങ്ങളുടെ ഒരു ശബ്ദം നിയമസഭയിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം അവർക്ക് കൊടുക്കണമെങ്കിൽ, അവർക്ക് കിട്ടണമെങ്കിൽ, അവർക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അവരെ കൂടി ഈ നിയമനിർമ്മാണ സഭകളിൽ എത്തിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നേതൃത്വം ഏറ്റെടുക്കണം. മുസ്ലിം മുഖങ്ങളും മുസ്ലിം സ്ത്രീമുഖങ്ങളും UDFലും കോൺഗ്രസിലും ഇല്ലെങ്കിൽ അവരുടെ BJPയുടെ അപകടങ്ങൾക്കെതിരായ നിലപാടിൽ ദുർബലത സംഭവിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങൾക്കൊരു കവചം പണിയുവാൻ, അധികാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളെ സംരക്ഷിക്കുവാൻ ആളുണ്ട് എന്നൊരു തോന്നൽ, അധികാരത്തിന്റെ പുറത്ത് നിൽക്കുന്നതും അധികാരത്തിനകത്ത് നിൽക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, ഞങ്ങൾക്ക് വരുന്ന എതിർപ്പുകളെ പ്രതിരോധിക്കുവാൻ ഞങ്ങൾക്ക് ആളുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണ്ടേ? പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്തും പറഞ്ഞ് ആർക്കും ആരെയും കബളിപ്പിച്ച് വോട്ട് വാങ്ങിക്കാം. ഇപ്പം നമ്മൾ കേരളത്തിലല്ല, ഇന്ത്യയിലെല്ലാം നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മളെല്ലാം ടെക്നോളജിയിൽ വളരെ മുമ്പിലാണ്. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും തിരിച്ചറിയാനും പ്രതികരിക്കുവാനും ഒക്കെ ശേഷിയുള്ളൊരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് പണ്ടത്തെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെയെങ്കിലുമൊക്കെ കബളിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്ന ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞു. ഇവിടെ യാഥാർത്ഥ്യങ്ങളുടെ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്ന്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൽ ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങൾ പരസ്യമായിട്ട് തന്നെ പറയാനുള്ള സ്പേസ് പലപ്പോഴും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ സ്വാതന്ത്ര്യമാണ്, ആ അവസരമാണ് താങ്കൾ ഇപ്പോൾ വിനിയോഗിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ഈ കാര്യങ്ങൾ പറയാൻ വേദികൾ ഉണ്ടായിരുന്നില്ലേ? ഈ ശബ്ദം ഷാഹിദ കമാലും സമാന മനസ്കരും കോൺഗ്രസിനുള്ളിൽ ഉയർത്തുന്നുണ്ടോ? അത് നേതൃത്വത്തിൻ്റെ ചെവിയിൽ എത്തുന്നുണ്ടോ? നേരിട്ട് വളരെ താഴെ തലങ്ങളിൽ നിന്ന് പോലും വിവരമെടുക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് കൂടി കോൺഗ്രസിന് ഉണ്ടായിരിക്കെ നിങ്ങൾ ഇവരെ ആരെയും, ദേശീയ നേതൃത്വം അടക്കമുള്ള ആരെയും ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഞങ്ങൾക്കുണ്ട്, കേരളത്തിലുള്ള ഞങ്ങൾക്കുണ്ട് എന്ന് അറിയിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എന്നല്ല, നിരവധി പേർ അറിയിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കും. ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേതൃത്വത്തെ, KPCC നേതൃത്വത്തോടും ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ആദരണീയ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാജിക്ക് ഉൾപ്പെടെ ഞാൻ ഈ വിവരങ്ങൾ ഞാൻ ലെറ്ററിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് എന്തായിരുന്നു പ്രതികരണം? അല്ല, എനിക്ക് ഇതുവരെയും അതിനൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല. അതെവിടെയെങ്കിലും വെച്ച് തട്ടി നിർദ്ദേശങ്ങൾ വരികയും തട്ടിപ്പോവുകയാണോ ചെയ്യുന്നത്? അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ അയച്ച കത്തിന് ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും
ശക്തനായ നേതാവ് ഇപ്പോഴും എന്തായാലും ഉമ്മൻചാണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്? അല്ല, അദ്ദേഹത്തോടും ഞാൻ പലപ്പോഴും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടി പരിഗണന ലഭിക്കണം എന്ന് ഞാൻ പലപ്പോഴും അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഷാഹിദ കമാൽ എന്ന വ്യക്തിയല്ല, ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടല്ലോ കോൺഗ്രസിനകത്ത്, ഒരു മതേതര മുഖത്തോടു കൂടി നിൽക്കുന്ന ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് കോൺഗ്രസിൽ നിൽക്കുമ്പോഴാണ് ഒരു മതേതര മുഖം ഉണ്ടാകുന്നത്. ആ മതേതര മുഖം നഷ്ടപ്പെടാതിരിക്കാൻ, ഞങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല. ആ മുഖം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം തുറന്നു പറയുന്നത്. അതെ, അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം എന്തായിരുന്നു? തീർച്ചയായും പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിഗണിച്ചതായി കണ്ടില്ല. അല്ല, അത് ഇനിയും ഒരുപാട് സമയങ്ങളുണ്ടല്ലോ, പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റായി VM സുധീരൻ വന്നപ്പോൾ അതൊരു മാറ്റത്തിൻ്റെ സ്ഥാനാരോഹണമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനം വന്നിരുന്നു. ആ മാറ്റത്തിൻ്റെ വക്താവ് VM സുധീരൻ ഇത്തരം ആവലാതികൾ ചെവിക്കൊള്ളുന്നില്ലേ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാവരോടും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ താങ്കളൊരു കാര്യം ചോദിച്ചു, പാർട്ടിയിൽ ന്യൂനപക്ഷ വനിതകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. അതിന് മറുപടി ഞാൻ പറഞ്ഞു, താങ്കൾ ആ ലിസ്റ്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ആ ലിസ്റ്റ് പരിശോധിക്കപ്പെടാതെ അല്ലല്ലോ ഇരിക്കുന്നത്. ഇപ്പോഴും ആ ലിസ്റ്റ് പരിശോധിക്കപ്പെടണം. അവിടെയൊക്കെയാണ് ഞങ്ങളുടെ പരാതികൾ, ഞങ്ങളുടെ ആവലാതികൾ, ഞങ്ങൾ പറയുന്നതിലെ സത്യങ്ങൾ, അതിന്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം നമ്മൾ ഇത്തരം പരാതികൾ, ഇത്തരം ആവലാതികൾ ഞങ്ങൾ മാത്രമല്ല പൊതുസമൂഹവും ശ്രദ്ധിക്കുന്നുണ്ട്, പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. UDF-നും കോൺഗ്രസിനും കാലാകാലങ്ങളിൽ വോട്ട് ചെയ്ത ആളുകൾ ഞങ്ങളോട് ഇത് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കിത് തുറന്നു പറയേണ്ടി വന്നത്. അതുവരെയും ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാസർഗോഡ് പാർലമെൻറ്റിൽ മത്സരിച്ചതടക്കം ഞാൻ വളരെ അച്ചടക്കമുള്ളൊരു പ്രവർത്തകയായിട്ടാണ് ഞാൻ ഇതിനകത്ത് നിന്നത്. പക്ഷേ പൊതുസമൂഹം ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരോട് ഇതൊക്കെ തുറന്നു പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമല്ലേ, ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങളിത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇത് ആരാ പറയുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജാവ് നഗ്നനാണ് എന്ന് ഒരു കുട്ടി നിഷ്കളങ്ക മനസ്സോടുകൂടി പറയുമ്പോൾ ആ കുട്ടി പറയുന്നത് കള്ളമാണെന്നോ അല്ലെങ്കിൽ രാജാവ് വസ്ത്രധാരിയാണോ എന്നുള്ളതല്ല. അപ്പോൾ പറയുന്നതിൻ്റെ അകത്ത് സത്യം, നിജസ്ഥിതി, അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നിഷ്കളങ്ക മനസ്സോടുകൂടി ആ കുട്ടി പറയുമ്പോൾ, നിഷ്കളങ്ക മനസ്സോടുകൂടി ഞങ്ങളോട് നിരവധി ആളുകൾ ഇത് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഇനിയെങ്കിലും ഇത് തുറന്നു പറയണ്ടേ? ഞങ്ങൾക്കൊരു സമൂഹത്തിനൊരു കടപ്പാടില്ലേ, ഒരു ഉത്തരവാദിത്വമില്ലേ, ഒരു ബാധ്യതയില്ലേ? ഞങ്ങളെയൊക്കെ പൊതുപ്രവർത്തകരാക്കി മാറ്റിയത് സമൂഹമല്ലേ? അതിന്റെ യുക്തി മനസ്സിലായി. അങ്ങനെയാണ് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം നേതൃത്വത്തിൽ നിന്ന് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ഇപ്പം തന്നെ താൽക്കാലിക പട്ടിക ദേശീയ നേതൃത്വത്തിലേക്ക് പോയിരിക്കുന്ന സമയമാണ് എന്ന് പറയുന്നു. ഷാഹിദ കമാലിന് എന്ത് സംഭവിക്കും? അല്ല, സത്യം പറയുന്നത് കൊണ്ട് ഒരിക്കലും സാധ്യതാ പട്ടികയിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സത്യം പറയുന്നവരെ പുറത്താക്കാൻ പറ്റുമോ? ഞാനൊരു സത്യം പറഞ്ഞതുകൊണ്ട് എന്നെ ഒഴിവാക്കുമെന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്ന അതാണ്. താങ്കളിപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത് അങ്ങനെ ഞാനൊരു സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഡൽഹിയിൽ പോയ സാധ്യതാ പട്ടികയിൽ നിന്ന് ഒരുപക്ഷെ എന്റെ പേര് പിൻവലിച്ചേക്കുമോ എന്നാണ് അങ്ങ് ആശങ്കപ്പെടുന്നത്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം സത്യം പറയുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല. ഇതിന്റെ പേരിൽ ഇപ്പോഴത്തെ സാധ്യതാ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് മാത്രമല്ല, പാർട്ടി സംഘടനയിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കി നിർത്തൽ ഉണ്ടാകുമെന്നും കരുതുന്നില്ല. ഇല്ല, ഒരിക്കലുമില്ല. അതെങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഷാഹിദ കമാൽ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, ഒരു പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ മാറ്റി നിർത്താൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമോ? അവർ പൊതുസമൂഹത്തിനെ നേരിടേണ്ടവരല്ലേ, പൊതുസമൂഹം വിലയിരുത്തത്തില്ലേ? അങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? പ്രത്യേകിച്ച് ഞാനൊരു വനിതയാണ്, ഞാനൊരു വിധവയാണ്. അങ്ങനെയുള്ള ഞാൻ ഒരു സത്യം തുറന്നു പറയുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ വിങ്ങി നിൽക്കുന്നൊരു സത്യം ഞാൻ തുറന്നു പറയുമ്പോൾ അതിൻ്റെ പേരിൽ എന്നെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തെ മുഴുവൻ മാറ്റി നിർത്തപ്പെടുകയാണ് അവിടെ ചെയ്യപ്പെടുന്നത്. നേതൃത്വത്തോട് എന്ത് പറയാനുണ്ട് ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് വനിതകൾക്ക്, ഈ വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം
എല്ലാ മേഖലകളിലും കോൺഗ്രസ് കൊടുക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആദരണീയായ ശ്രീമതി സോണിയാഗാന്ധിയാണ്. ആ സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും കേരളം പോലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ, സ്ത്രീകൾ കൂടി സാക്ഷരത നേടിയ, കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകൾക്ക് അവസരം കൊടുത്തപ്പോൾ അവരുടെ കഴിവും മികവും അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും അവരുടെ ഭരണ പരിചയവും പുറത്ത് കാണിച്ച് നമ്മളൊക്കെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിവേചനം സ്ത്രീകളോട് കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വേദനയുണ്ട്. ആ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്, സ്ത്രീകൾക്ക് 30% സീറ്റ് കൊടുക്കുകയും അത് ജയിക്കുന്ന സീറ്റ്, 30% സീറ്റ് എന്ന് പറഞ്ഞാൽ തോക്കുന്ന സീറ്റല്ല, ജയിക്കുന്ന സീറ്റ്, ജയസാധ്യതയുള്ള 30% സീറ്റുകൾ കൊടുക്കുകയും അതിൽ എല്ലാ വിഭാഗങ്ങളെയും, എല്ലാ മതവിഭാഗങ്ങളെയും ഒരു മതേതര മുഖത്തോടു കൂടി തന്നെ എല്ലാ വിഭാഗങ്ങളെയും ആ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ മത്സരിപ്പിച്ച് അവരെ കേരള നിയമസഭയിൽ കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ മതേതര മുഖവും കോൺഗ്രസിൻ്റെ സ്ത്രീകളോടുള്ള സമീപനവും കോൺഗ്രസ് സമൂഹത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് അത് ആ ഒരു വലിയൊരു സന്ദേശം കോൺഗ്രസ് കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണം കോൺഗ്രസിലെ നേതാക്കൾ നേരിടുന്ന ഒരു സന്ദർഭമാണ് ഇത്. കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയ്ക്ക് താങ്കളുടേതായ അഭിപ്രായങ്ങൾ അക്കാര്യത്തിലുണ്ടാകും. എങ്കിൽ പോലും ഞാൻ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അഭിമുഖമായതുകൊണ്ട് ചോദിക്കുകയാണ്. ആരോപണ വിധേയരായ നേതാക്കളൊക്കെ പുരുഷന്മാരാണ്. കോൺഗ്രസ് നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ആ അർത്ഥത്തിൽ കേരളത്തിൽ നേരിടുന്നത്. കോൺഗ്രസ് അത് അതിജീവിക്കുമോ ഇല്ലയോ എന്നൊക്കെ മറ്റൊരു കാര്യം, അത് തെരഞ്ഞെടുപ്പിലൂടെ തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വെല്ലുവിളി നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയരായ പുരുഷ നേതാക്കളെക്കാൾ കൂടുതൽ സാധ്യത, ചെയ്യാനുള്ള സാധ്യത സ്ത്രീകൾക്കുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? സ്ത്രീകളെക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്ന ആവശ്യം ഈ ഒരു ഉപാധി കൂടി വെച്ചുകൊണ്ട് പ്ലേസ് ചെയ്യാൻ ഷാഹിദ കമാൽ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും സ്ത്രീകൾക്ക് വിജയസാധ്യത കൂടുതലാണ്. കാരണം സ്ത്രീകളെക്കുറിച്ച് പൊതുവേ അവരെക്കുറിച്ച് ആരോപണങ്ങൾ കുറവാണല്ലോ, അതുകൊണ്ട് വിജയസാധ്യത കൂടുതലാണ്. ഇപ്പോൾ താങ്കൾ അഴിമതി ആരോപണത്തെക്കുറിച്ച് പറഞ്ഞു. അഴിമതി ആരോപണങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ 5 വർഷക്കാലമാണ് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഈ 5 വർഷമാണ്. പക്ഷേ അതൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്താതിരിക്കപ്പെടുകയാണ് ചെയ്തത്. അതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സാന്നിധ്യം. അത് കാരണം സ്ത്രീകൾക്കാണ് ഇത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവുള്ളത്. സ്ത്രീകൾ പറയുന്ന കുറച്ചുകൂടെ വിശ്വാസ്യതയുണ്ട് ജനങ്ങൾക്ക്, അല്ലേ? ശരിയല്ലേ? സ്ത്രീകൾ പൊതുവെ അഴിമതിരഹിതരാണ്, സത്യസന്ധരാണ്, അവർ കുറച്ചുകൂടി ജനകീയരാണ്, കുറച്ചുകൂടി താഴെത്തട്ടിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നവരാണ്. അപ്പോൾ അവരുടെ വാക്കുകൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യതയും കുറച്ചുകൂടി സത്യസന്ധതയും ജനങ്ങൾ കൽപ്പിക്കും. അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടൊരു സ്ത്രീ സംസാരിക്കുന്നതും, ഇപ്പോൾ ശ്രീമതി ജയലക്ഷ്മി മിനിസ്റ്ററാണ്, ജയലക്ഷ്മി ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്തൊരു സത്യമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കും. എന്തുകൊണ്ടെന്നാൽ അവരൊരു സ്ത്രീയാണ്. അപ്പോൾ കുറച്ചുകൂടി സ്ത്രീകൾക്ക് അധികാരത്തിൽ വന്നു നിന്നുകൊണ്ട് ഈ 5 വർഷക്കാലം നടത്തിയ വികസന നേട്ടങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ 10 MLA-മാർ കേരളത്തിൽ നിയമസഭയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ വിശ്വാസ്യതയും സ്വീകാര്യതയും കൂടി വേണ്ടി സ്ത്രീകൾ രംഗത്ത് വരേണ്ടതുണ്ട്, സ്ത്രീകളെ ആശ്രയിക്കേണ്ടതുണ്ട് UDF. അതുകൊണ്ടല്ലേ നിങ്ങൾ LDF-കാര് ഇപ്പം CPM അടക്കമുള്ള LDF കൂടുതൽ സ്ത്രീകൾക്ക് അവസരം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. എത്ര നിയമസഭയിൽ എത്ര MLA-മാരെ അവർ കൊണ്ടുവന്നു? ഒരു കാര്യം ഞാൻ സത്യസന്ധമായി ഞാൻ പറയാം, ആദരണീയനായ ശ്രീ കെ കരുണാകരൻ ലീഡർ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസിൽ വനിതാ നേതാക്കന്മാർക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, ഒരു സത്യം തന്നെയാണ്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന, അദ്ദേഹം അവസരം കൊടുത്തിട്ടുള്ള സ്ത്രീകളല്ലാതെ പിന്നെ ഏത് സ്ത്രീ നിയമസഭയിൽ വന്നിട്ടുണ്ട്? ഒരു പക്ഷേ ശ്രീമതി ജയലക്ഷ്മി വന്നിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ശ്രീ ആദരണീയനായ ലീഡറോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ വരവ് നിലച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് കണ്ടിരിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ അവരൊരു പക്ഷേ ചിലരെങ്കിലും പാർട്ടിക്ക് എതിരായൊരു നിലപാടുമായി ഷാഹിദ കമാൽ രംഗത്ത് വന്നല്ലോ എന്ന് വിചാരിച്ച് വേദനിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ കോൺഗ്രസ് പ്രവർത്തകരോട് ഇപ്പോൾ ഈ ക്യാമറയിലൂടെ എന്ത് പറയാനുണ്ട്? ഒരിക്കലുമല്ല, അവരാരും വേദനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ദേശീയ രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ കാലാകാലങ്ങളിൽ വരുന്ന നേതൃത്വമാണ് ഈ പാർട്ടിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നേതൃത്വത്തിന് വരുന്ന വീഴ്ചകൾ തിരുത്തപ്പെടുവാൻ വേണ്ടി കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയുടെ വികാരങ്ങളായിട്ടാണ്
ഇതിനെ എല്ലാവരും കാണൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ കാണണമെന്ന് അവരോട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും പോസിറ്റീവായി കാണണം. കാരണം കോൺഗ്രസ് നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, കാരണം കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യ നശിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കോൺഗ്രസ് ഇല്ലാതെ വന്നാൽ ഇവിടെ വർഗീയ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഈ രാജ്യത്തിൻ്റെ. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവിടെ ന്യൂനപക്ഷം മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും, ഇപ്പോൾ JNU നടന്ന കനയ്യ അടക്കമുള്ള ആളുകൾ, രോഹിത് അടക്കമുള്ള കുട്ടിയുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അവിടെ ന്യൂനപക്ഷത്തിനപ്പുറത്തേക്ക് എല്ലാ സമൂഹങ്ങളും, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പള്ളി ആക്രമിച്ചു, അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ രാജ്യത്ത് ജീവിക്കാൻ, ജനിച്ച നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരം സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടേണ്ടത്, കോൺഗ്രസിൻ്റെ മതേതര മുഖം ഒന്നുകൂടി സമൂഹത്തിൻ്റെ മുന്നിൽ ഉറപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി എൻ്റെ വാക്കുകൾ പോസിറ്റീവായി കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനോട് പ്രവർത്തിക്കുന്ന, കോൺഗ്രസിനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊട്ടാരക്കരയിൽ RSS പ്രവർത്തകർ പോലീസുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിടുന്നു. CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റു. പോലീസ് സ്റ്റേഷനും 3 പോലീസ് ജീപ്പുകളും അക്രമികൾ തകർത്തു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് ബിനീഷ് പോലീസ് പിടിയിലായി. ദൃശ്യങ്ങളിലേക്ക്. RSS കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് വിനീഷും സംഘവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വാഹന പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. 3 പേർ സഞ്ചരിച്ചിരുന്നതിനാലായിരുന്നു ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി 12 മണിയോടെ ബൈക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം RSS പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി അക്രമ സംഭവങ്ങൾ ആരംഭിച്ചു. കൊട്ടാരക്കര CI സജിമോൻ, പുത്തൂർ SI സുധീഷ് അടക്കം 6 പേരെ RSSകാർ ആക്രമിച്ചു. സംഭവശേഷം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും RSS കാര്യാലയത്തിലുമായി അക്രമികൾ ഓടിക്കയറുകയായിരുന്നു. കൊട്ടാരക്കര RSS കാര്യവാഹ് ബിനീഷ്, RSS പ്രവർത്തകൻ സമീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കം ഉന്നത പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മതനേതൃത്വം ഇടപെടേണ്ടെന്ന് കോഴിക്കോട് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാട്ടികശാല പറഞ്ഞു. താമരശ്ശേരി രൂപത പെരുമാറുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെയാണെന്നും തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഉമർ പാട്ടികശാലയുടെ മുന്നറിയിപ്പ്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥി ഉമർ മാസ്റ്ററെ അംഗീകരിക്കില്ലെന്ന നിലപാട് താമരശ്ശേരി രൂപതാ നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ആവശ്യം. സഭാ നേതൃത്വത്തിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. തിരുവമ്പാടിയിൽ ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും മാറ്റില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല പറഞ്ഞു. സംസ്ഥാന UDF നേതൃത്വം ആവശ്യപ്പെട്ടാൽ പോലും തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. കോഴിക്കോടിൽ ഞങ്ങൾ ജയിച്ച സീറ്റാ തിരുവമ്പാടി, കൊടുവള്ളി, കോഴിക്കോട് 2. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. മാത്രമല്ല നമ്മളവിടെ കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചും കഴിയുന്നു. സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. സഭാ നേതൃത്വം വെള്ളാപ്പള്ളിയെ പോലെ പെരുമാറരുതെന്നും ഉമർ പാണ്ടികശാല ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ജാതിയെ നോക്കി സ്ഥാനാർത്ഥികളെ ഓരോ പാർട്ടിയും നിശ്ചയിക്കുക എന്ന് പറഞ്ഞത് ശരിയായ കീഴ്വഴക്കല്ല. സഭാ മേലധ്യക്ഷന്മാർ അങ്ങനെ പറയുന്നതൊട്ടും ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് പോലെ ആവില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് നേതൃത്വവും താമരശ്ശേരി രൂപതയും തമ്മിലുണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടൽ UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്.